ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, എന്റെ അമ്മേനെ കാണാൻ മക്കളെ പരീക്ഷ എല്ലാം നന്നായിട്ട് എഴുതിയായിരുന്നോടാ നീ? പരീക്ഷ നന്നായിട്ട് എഴുതിയോന്ന് ഞാൻ ഈ അഡീഷണൽ ഷീറ്റ് മേടിച്ച് പ്രിൻസിപ്പളായിട്ട് ഞാൻ ഉടക്കി. അത് ഈ ഷീറ്റ് മേടിക്കുന്നവർക്ക് ബാക്കിയുള്ള പിള്ളേർക്ക് പേപ്പറില്ല. ഞാൻ ഈ എഴുതിങ്ങനെ നിറച്ചോണ്ടിരുന്നപ്പോ പുറയിൽ വന്നേച്ചൊരു സാറ്, എല്ലാം അങ്ങോട്ട് എഴുതി വെക്കല്ലേ, രണ്ടെണ്ണമൊക്കെ വിട്ടുകൂടെ. അങ്ങനെ അധ്യാപകരുടെ ഹാസ്യം. ഇവനോട് എന്തുവാടാ സാറ് പറഞ്ഞത്? അവനോട് പറയാ, എല്ലാം എഴുതാണ്ടിരിക്കണേ, ഓരെണ്ണം എഴുതടാന്ന്. എന്റെ മക്കളെ, നമുക്ക് ഇവനെ ഒന്ന് നന്നാക്കി എടുക്കണോടാ. എടാ, ഇവൻ ഈ രീതി പോയാൽ ശരിയാവത്തില്ല. ശരിയാവില്ല. ഇവന്റെ എഡ്യൂക്കേഷൻ ശരിയാക്കണം നമുക്ക്. എന്നത് എഡ്യൂക്കേഷൻ? അമ്മ പഴയ ആളല്ലോടാ, നമുക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ അതില്ലാത്തോണ്ടല്ലോ അങ്ങനെ പറഞ്ഞത്. ഞാന് അതാ എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പിടിച്ചു ഈ സംഭവം ഇല്ലാന്നുള്ളത്. ഇവന്റെ കുഴപ്പം എന്നാന്ന് അറിയാമോ? ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. എന്റെ കൂട്ടുകെട്ട് ശരിയല്ല. നീ ആരാ? എന്റെ കൂട്ടുകാർക്ക് എന്താ കുഴപ്പം? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മൾ കുട്ടികളാണ്, വിദ്യാർത്ഥികൾ. നമുക്ക് ഏറ്റവും വേണ്ടത് അച്ചടക്കമാണ്, അച്ചടക്കം. നീ എന്നെ കണ്ടു പഠിക്കണം. രാവിലെ 3:30 വെളുപ്പിന് എഴുന്നേക്കും, എന്നിട്ട് പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കാലതിനകത്ത് ഇട്ടിരുന്ന് പഠിക്കും. എന്നാലാണ് ഇങ്ങനെ തലയിൽ കയറുള്ളൂ. കേട്ടോടാ 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 പറഞ്ഞത് കേട്ടോടാ. വെളുപ്പാൻ കാലത്ത് തലയെടുത്ത് വെള്ളത്തിൽ ഇട്ടാലേ കാലേ കൂടെ വല്ലതും കയറും. കാലെടുത്ത് വെള്ളത്തിൽ വെച്ചാലേ തലേ കൂടെ വല്ലതും കയറത്തുള്ളൂ പറഞ്ഞത് കേട്ടോ. നീ എന്തുവാ കാണിക്കുന്നേ? 11 മണി വരെ ഇങ്ങനെ കടന്നൊരു ഉറക്കവാ. എങ്ങനെ നിന്റെ തലയിലോട്ട് വല്ലതും കയറാനോ നിന്റെ? വരട്ടെ, റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ. എടാ മോനെ, +2 കഴിഞ്ഞ് നിനക്ക് എന്തോ പോവാനാണ് ആഗ്രഹം? അതിപ്പോ പറയാനെന്തിരിക്കണമേ, ഞാൻ എൻട്രൻസ് എഴുതും, MBBS എടുക്കും, വലിയൊരു ഡോക്ടറാകും, എന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ പണിത് പാവപ്പെട്ട എല്ലാവരെയും സൗജന്യമായിട്ട് ഞാൻ ചികിത്സിക്കും. എനിക്കാകെ ഒരൊറ്റ വിഷമമുള്ളൂ അമ്മ. എന്തോ മോനെ, ഇവന് +2 കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ അവിടെ ഡോക്ടറായി കഴിഞ്ഞാൽ നീയാണ് ഇവിടുത്തെ അറ്റൻഡർ. ഒരു അറ്റൻഡർ ആവണമെങ്കിൽ മിനിമം +2 വേണ്ടേ? കേട്ട് പഠിക്കണോ? കേട്ട് പഠിക്ക് മക്കളെ. ഇവന് ആരോടും ഒരു സ്നേഹമില്ല മക്കളെ. ഇവന്റെ അച്ഛനോടാണ് തീരെ ഇവന് സ്നേഹമില്ല. അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്തോന്നറിയാമോ? +2 ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഐഫോണും ഒരു ലാപ്ടോപ്പും ഇവന് വാങ്ങിച്ചു കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നത്. അറിയാവോ? ആരോടാ അമ്മയെ പറയണേ? ഇവൻ അന്യായ സ്നേഹ അച്ഛനോട്. ആ പാവ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കാശ് കളയണ്ടല്ലോ എന്ന് വെച്ച് മനഃപൂർവ്വമാണ് ഇവൻ തോക്കണത്. റിസൾട്ട് വരട്ടെ, റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ. അയ്യോ, മക്കള് വന്നിട്ട് കുറെ നേരം. അമ്മ ചായ എടുത്തോണ്ട് വരട്ടെ. വേണ്ടമ്മ, വേണ്ട. ഒന്നാമത്തെ പാലിന് 28 രൂപ, തേയില, പഞ്ചസാര, അതും പോരാണ്ട് ഗ്യാസും ഇല്ല. ആ സമയത്ത് ഈ അമ്മേനെ കൊണ്ട് ചായ എടുപ്പിക്കണ കഷ്ടല്ലേ? എന്നാ ഈ പാട്ടിന് റൈറ്റ്സ് ഇല്ല, ഞാൻ തന്നെ പാടണം. കണ്ടിന്യൂ.